ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, പലരുടെയും ഭാര്യമാര് ഖബറിലാണ്, പലരുടെയും ഭർത്താക്കന്മാര് ഖബറിലുണ്ട്, പലരുടെയും മക്കൾ ഖബറിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട 6 രാവുകളുണ്ട്. ആ രാവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നുണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അവരെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ റഹ്മാനെ. പലർക്കും വീട്ടിൽ ചെന്നാൽ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല ഖബറിലാണ്, ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ല ഖബറിലാണ്, ഇക്ക എന്ന് വിളിക്കാൻ ഭർത്താവില്ല ഖബറിലാണ്. അള്ളാഹു അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. പലരുടെയും മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവെ ഖബർ സന്തോഷത്തിലാക്കണേ. ഇൻഷാ അല്ലാ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ, എല്ലാവർക്കും വേണ്ടി നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് 10 മാസം ഗർഭം ചുമന്ന, നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മളുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. നമ്മളെ ജീവിതകാലത്ത് അവർക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും സൽക്കർമ്മങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എത്ര ചെയ്താലും കുറവാകൂല. കാരണം അത്രയും നമ്മളെ നോക്കി വളർത്തിയവരാണ്. 10 മാസം ഗർഭം ചുമന്ന ഉമ്മ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, എത്ര വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരെ ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പാടില്ല. അപ്പൊ എത്ര സൽക്കർമ്മങ്ങൾ നമ്മൾ അവർക്ക് ചെയ്താലും ആ ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിന് പകരമാകില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുടെ ഉമ്മമാര് ഉപ്പമാര് അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെയാണ് മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാര്, മരണപ്പെട്ടു പോയ ഭാര്യമാര്, മരണപ്പെട്ടു പോയ മക്കള് തുടങ്ങിയ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരെ ആരെയും നമ്മൾ മറക്കാൻ പാടില്ല. എന്നും നമ്മൾ അവരെ ഓർത്തുകൊണ്ടിരിക്കണം. ഒരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി നമ്മൾ ഓതിക്കൊടുക്കണം എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോലെയാണ്. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചിന്തിക്കുക? ഒരു കയറ് കിട്ടിയാൽ, വല്ല കച്ചിത്തിരുമ്പും കിട്ടിയാൽ അതിൽ പിടിച്ച് രക്ഷപ്പെടാം റബ്ബേ എന്ന് നമ്മളൊക്കെ ചിന്തിക്കും. എന്നതുപോലെയാണ് ഖബറാളികൾ. വല്ല നന്മയും എൻ്റെ മക്കൾ ചെയ്താൽ, എൻ്റെ ഭാര്യമാര് ചെയ്താൽ, ഞങ്ങളെ കുടുംബക്കാർ ചെയ്താൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമല്ല അല്ലാ എന്ന് ഖബറാളികൾ ചിന്തിക്കുന്നുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഖബറാളികൾ വിളിച്ചു പറയുന്ന ചില വെളിയാളങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ കിതാബിൽ പറഞ്ഞതായി കാണാം. എന്താണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞത്? ഖബറാളികൾ പറയുമത്രേ, യമുറു അഖാരിബി ജനബാതി ഖബരി, എൻ്റെ മക്കള്, എൻ്റെ കുടുംബക്കാര് ഞാൻ കിടക്കുന്ന ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്നുണ്ട്, ഞാൻ കിടക്കുന്ന ശ്മശാനത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. കഅന്ന അഖാരിബീലം ലാ യഅരിഫൂനി, അവരെന്നെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല, എനിക്കൊരു സലാം പോലും പറയാതെ എൻ്റെ ഖബർസ്ഥാനിലൂടെ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. വദുൽ മീറാത്തി
യഖ്തസിമൂന മാലി, ഞാൻ എൻ്റെ ജീവിതകാലത്ത് സമ്പാദിച്ച സമ്പത്തുകളുണ്ട്, അത് മുഴുവനും എൻ്റെ കുടുംബക്കാര്, എൻ്റെ മക്കൾ ഓഹരി വെച്ചു. എൻ്റെ സ്വർണം, എൻ്റെ മാല എൻ്റെ മകള് കൊണ്ടുപോയി, എൻ്റെ വള എൻ്റെ മകൻ കൊണ്ടുപോയി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലങ്ങൾ മക്കള് പരസ്പരം വീതിച്ചെടുക്കുകയാണ്. പക്ഷേ അവർ എന്നെ ഓർക്കുന്നില്ല, മരണപ്പെട്ട എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് ഖബറാളികൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില മഹാന്മാര് അവരെ കിതാബുകൾ പറഞ്ഞതായി കാണാം, ഒന്നാം ആകാശത്തിന്റെ മുകളിലേക്ക് എല്ലാ ദിവസവും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ വരുമത്രേ. എന്നിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുകളിൽ വെച്ചുകൊണ്ട് കുടുംബക്കാര് വിളിച്ചു പറയുമത്രേ, യാ അഹ്ലീ വഅഖാരിബീ വവലദീ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബക്കാരെ. ഖബറാളികൾ വിളിച്ചു പറയത്രേ, ആത്മാക്കൾ വിളിച്ചു പറയത്രേ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, മക്കളെ എന്നിങ്ങനെ ഓരോരുത്തരും ആരാണ് മരണപ്പെട്ടു പോയത് അവരിങ്ങനെ വിളിച്ചു പറയുമത്രേ. യാമൻ സക്കനോ ബുയൂതന, ഞാനുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ മക്കളെ, എൻ്റെ കുടുംബക്കാരെ. വലബിസു സിയാബന, ഞങ്ങൾ വാങ്ങിത്തന്ന ഡ്രസ്സുകൾ ധരിച്ച് സന്തോഷിക്കുന്നവരെ. വക്തസമോ അംബാലന, ഞങ്ങളുടെ സമ്പത്തൊക്കെ നിങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ടല്ലോ. അൽ മിൻകും അഹദും യദ്കുർന, നിങ്ങളിൽ ആരാണ് ഞങ്ങളെ ഓർക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഖബറാളികൾ പറയാണ്, നിങ്ങൾ ആരാണ് ഞങ്ങളെ ഓർക്കുന്നത്? 10 മാസം ഞാൻ നിന്നെ ഗർഭം ചുമന്നില്ലേ, ഞാൻ മരണപ്പെട്ടു പോയ എന്നെ മറന്നോ എൻ്റെ പൊന്നുമോനെ എന്ന് ഉമ്മ പറയാണ്. ഉപ്പ പറയാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു, ഇപ്പൊ മരണപ്പെട്ടു പോയപ്പോ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? വയതഫക്കറുനാ ഫീ ഗുർബത്തിനാ, ഞങ്ങളുടെ ഏകാന്തത നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഖബറാളികൾ വിളിച്ചു പറയുകയാണ്. ഖബറിലെ ആത്മാക്കൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കള്, അഥവാ നമ്മളുടെ ഉമ്മയുടെ ആത്മാവ്, നമ്മളുടെ ഉപ്പയുടെ ആത്മാവ്, അതുപോലെ മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ അവരുടെ ആത്മാക്കള് വളരെ പ്രധാനപ്പെട്ട 6 ദിവസങ്ങളിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ വന്ന് സങ്കടങ്ങൾ പറയുമെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മഹത്തായ 6 രാവുകൾ? ഒന്നാമത്തെ രാവ് വെള്ളിയാഴ്ച രാവാണ്, അഥവാ ഇന്നത്തെ ദിവസത്തെ രാവ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് വളരെയേറെ ശ്രേഷ്ഠതയും പുണ്യങ്ങൾ നിറഞ്ഞതുമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കുൽഹു അല്ലാഹു സൂറത്തെങ്കിലും ഇന്നത്തെ രാത്രി ഓതണേ എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ രാവ് പെരുന്നാളിന്റെ രാവാണ്, അഥവാ വലിയ പെരുന്നാളിന്റെ രാത്രിയിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. പെരുന്നാൾ ദിവസം നമ്മളൊക്കെ സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ, നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് അവരെ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ ഖബറാളികൾ നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ രാവാണ് ചെറിയ പെരുന്നാളിന്റെ രാവ്. ചെറിയ പെരുന്നാളിന്റെ രാവ് ബർക്കത്താക്കപ്പെട്ട രാവാണ്, പുണ്യമുള്ള രാവാണ്, ഇബാദത്തിന് ഏറെ ശ്രേഷ്ഠതയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂലി നൽകുന്ന രാവാണ്. ഈ രാത്രിയിലും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ രാവിലും അവർക്ക് വേണ്ടി ധാരാളം നമ്മൾ നന്മ ചെയ്യുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രാവാണ് മുഹറം 10ന്റെ രാവ്. നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇൻഷാ അല്ലാഹ് ഇനി മുഹറം 10 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ രാവിൽ മരണപ്പെട്ടു പോയവരുടെ പ്രത്യേകം നമ്മൾ പരിഗണിക്കുക, അവർക്ക് വേണ്ടി പ്രത്യേകം നന്മകൾ ചെയ്യുക. അതുപോലെ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ രാവിലും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കള് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാർ ഈ കാര്യങ്ങളൊക്കെ അവരെ കിതാബുകൾ രേഖപ്പെടുത്താനുള്ള കാരണം പ്രത്യേകം നമ്മളിത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ആ ദിവസം മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാന്മാർ അവരെ കിതാബുകൾ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട
മറ്റൊരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. എത്രയോ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്തിന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ ആത്മാക്കള് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് നാം ഈ പറയപ്പെട്ട ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം സൽക്രമങ്ങൾ ചെയ്യുക. ഈ പ്രത്യേകമായ രാത്രികളിൽ മരണപ്പെട്ടു പോയവര് നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് അവര് നമ്മളോട് പറയുമത്രേ, തർഹമു അലൈനാ ഫീ ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ ബറക്കത്താക്കപ്പെട്ട രാത്രികളിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കരുണ ചെയ്യണേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്രമങ്ങൾ ചെയ്യണേ. ബിസദഖത്തിൻ, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യും. അതുപോലെ തന്നെ വബിൽ ഖുർആൻ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക. അതുപോലെ തന്നെ അബിലുഖ്മത്തിൻ, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, അന്നദാനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വേണ്ടി മരണപ്പെട്ടു പോയ ആളുകൾക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയോ ആ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുക. മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖത്തം തീർക്കണേ എന്ന്. അതുപോലെ തന്നെ മറ്റൊരു സൽക്രമമാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അതും വളരെ പുണ്യമുള്ളതാണ്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൽക്രമമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യുക എന്നുള്ളത്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി മൗലൂദ് ഓതുക എന്നുള്ളത്. പല ആളുകളും മൗലൂദ് ഓതുക എന്ന് പറയുമ്പോൾ അത് പറ്റൂല, അത് ശിർക്കാണെന്ന്. മൗലൂദ് എന്താന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മൗലൂദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേരിലുള്ള ഒരു സ്വലാത്താണ്. സ്വലാത്തിന്റെ നിർവചനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൗലൂദും ഒരു സ്വലാത്താണ് എന്ന് വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മയ്യത്തിനക്ക് ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം ലഭിക്കില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഫാത്തിഹ ഓതുക? ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതണ്ടേ? അതിന്റെ പ്രതിഫലം മയ്യത്തിന് ലഭിക്കുമെന്നുള്ളതല്ലേ. രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലാനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? സ്വലാത്ത് ചൊല്ലിയാൽ മയ്യത്തിനിക്ക് കൂലി ലഭിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മയ്യത്ത് നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുക? അതുപോലെ തന്നെ അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു എന്ന് ചൊല്ലാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ചില്ലേ? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ചില്ലേ? ഇതെല്ലാം മയ്യത്ത് നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, നമ്മുടെ കുടുംബക്കാർ, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൽക്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയെ. എൻ്റെ ഉമ്മാക്ക് ജീവിതകാലത്ത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ, എൻ്റെ ഉമ്മയുടെ മരണശേഷം ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ഉമ്മാക്ക് ലഭിക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, സഅദേ, നിന്റെ ഉമ്മയുടെ മരണശേഷം ഉമ്മാക്ക് വേണ്ടി നീ സൽക്രമങ്ങൾ ചെയ്താൽ ഉമ്മാക്ക് അത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് മദീനയിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അങ്ങനെ കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണറിൽ നിന്ന് ജനങ്ങൾ വെള്ളം കുടിക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം നിന്റെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കുക. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും, അവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്താൽ അവരാ വീട്ടിൽ നിസ്കരിക്കുന്ന കാലത്തോളം, അവരാ വീട്ടിൽ ചെയ്യുന്ന സൽക്രമങ്ങളുടെ ഒരു പ്രതിഫലം, ഒരു വിഹിതം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, അവരെ ഖബർ നീ സന്തോഷത്തിലാക്കണേ. അല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ നീ അലങ്കരിക്കണേ റഹ്മാനേ. പരിശുദ്ധ ഖുർആനിന്റെ നൂറ് കൊണ്ട് അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. നരകത്തിനെ
തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കള് ഖബറിലാണ്, വെല്ലുപ്പ വെല്ലുമ്മമാര് ഖബറിലാണ്, ഭർത്താക്കന്മാര് ഖബറിലാണ്, മക്കള് ഖബറിലാണ്, കുടുംബക്കാര് ഖബറിലാണ്. അല്ലാ, അവരെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനെ. നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ലാ. സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി അമേരിക്കയിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, യാത്ര എളുപ്പമാക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മറ്റൊരു സഹോദരി മകന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് കരഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല സ്വഭാവം നൽകണേ റഹ്മാനെ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അഭിമാനം നഷ്ടപ്പെടുത്തരുത് റബ്ബേ. ഒരുപാട് രോഗികളുണ്ട്, ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വയനാട്ടിൽ എത്രയോ ആളുകൾ ഉരുൾപൊട്ടലിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർക്ക് ക്ഷമ നൽകണേ അല്ലാ. നിന്റെ കാവല് കൊടുക്കണേ റഹ്മാനെ. വീട് നഷ്ടപ്പെട്ട ആളുകൾ നല്ല വീട് കൊടുക്കണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് നല്ല വീടും നിന്റെ സഹായവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്കും മരണപ്പെട്ടു പോയവർക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികള്, ഞങ്ങളെ മാതാപിതാക്കള്, വെല്ലുപ്പ വെല്ലുമ്മമാര്, ഭാര്യ മക്കള്, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവർ, ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.